മാർക്കുവിൻ്റെ വീഡിയോയിൽ ചാപ്ലി കബാബ് കണ്ട കാലം മുതൽ കഴിക്കാൻ ആഗ്രഹിച്ചാണ്. എൻ്റെ ദുബായ് ട്രിപ്പിലാണ് ആ ഭാഗ്യം ഉണ്ടായത്. അന്ന് ഞാനതൊരു വീഡിയോയും ചെയ്തിരുന്നു. ഇന്നിപ്പം അതിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് തരാൻ പോണത്. പാകിസ്ഥാനിലെ പസ്തൂൺ റീജിയനിൽ ഒറിജിനായിട്ടുള്ള ഈ കബാബ് മെയിനിൽ ബീഫിലുണ്ടാക്കുക. ബീഫ് എന്ന് പറയുമ്പം അതെടുത്തിട്ട് അതിൻ്റെ പാടെ നരമ്പൊക്കെ ഒഴിവാക്കണം കേട്ടോ. മീറ്റിൽ കുറച്ച് ഫാറ്റ് ഉണ്ടായിക്കോട്ടെ. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ലെവലിലാണ് നമുക്ക് ഗ്രൗണ്ട് ചെയ്തെടുക്കേണ്ടതിനെ. ഒരുപാട് മിൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ട്ലറ്റായി മാറും. അതിലേക്ക് പുതിന, ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്യണം. ഉള്ളിയിലെ മോയ്സ്ചർ കളയാൻ വേണ്ടി ഇത്തിരി നേരം ഉപ്പിട്ട് വെച്ച ശേഷമാണ് ഞാൻ ഈ ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ. നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ വെജിറ്റബിൾസാണ് ഞാൻ ആഡ് ചെയ്ത് കേട്ടോ. ഇനി കുറച്ച് സ്പൈസ് ആഡ് ചെയ്യാം. സ്പൈസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വേണ്ടത് കൊത്തമല്ലിൻ്റെ കുരുവാണ്. പിന്നെ നല്ല ജീരകവും പിന്നെ വറ്റൽമുളക് ചതച്ചത് എല്ലാം ലൈറ്റ്ലി റോസ്റ്റ് ചെയ്തിട്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് വേണ്ട മറ്റൊരു ഐറ്റമാണ് കോൺ മീൽ. അതില്ലാത്തതുകൊണ്ട് കടലപ്പൊടിയും കോൺഫ്ലോറും ഹാഫ് ആൻഡ് ഹാഫാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. നിങ്ങളുടെ കബാബ് കുക്ക് ചെയ്യുമ്പോൾ പൊട്ടി പോരുകയാണെങ്കിൽ ഈ സാധനം കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്യണം. ഇത് ഞാൻ കറക്റ്റ് എമൗണ്ടാണ് ഇവിടെ കാണിക്കുന്നത് താഴെ ഡിസ്ക്രിപ്ഷനിൽ കേട്ടോ. വീഡിയോയിൽ ഹൈജീന് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല ഇവിടെ ഗ്ലൗസ് ഇടുന്നത്. കൈ ചുട്ടു പുകയും എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. എപ്പോഴും നിങ്ങൾ കൈ നന്നായിട്ട് വാഷ് ചെയ്ത് കൈ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. ഗ്ലൗസിനേക്കാൾ എത്രയോ നല്ലത് ഇത് തന്നെയാണ്. ഇനി ഇതൊരു ക്ലിംഗ് റാപ്പ് വെച്ച് മൂടി ഞാൻ ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റ് മിനിമം വെക്കുക. ഒരു കാസ്റ്റ് ചെയ്യേണ്ട പാത്രത്തിൽ കുക്ക് ചെയ്തിരിക്കും ഏറ്റവും നല്ലത്. ഇത് കുക്ക് ചെയ്യുന്ന ഓയിലിന് പോലും പ്രത്യേകത ഉണ്ട്. ബീഫിൻ്റെ ഫാറ്റിൽ ഇത്തിരി ഓയിലിട്ട് ചട്ടിയിൽ ബീഫിൻ്റെ ഫാറ്റിലാണ് ഞാൻ ഈ കബാബ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് ബീഫിൻ്റെ ഫാറ്റ് ഓയിലും ഉണ്ടാവും കബാബിലും ഉണ്ടാവും. ആദ്യം ഇതുപോലെ ഉരുളകളാക്കിയിട്ട് നിങ്ങൾക്ക് ചട്ടിയിൽ വെച്ച് പരത്താം, അല്ലെങ്കിൽ നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് പരത്തിയിട്ട് ജസ്റ്റ് എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. മോയ്സ്ചർ നിങ്ങൾക്ക് ആ കബാബിൽ ഉണ്ടാവണം, ഡ്രൈ ആവരുത്. കഴിക്കുമ്പോൾ അതിൻ്റെ ജ്യൂസ് നമുക്ക് വായിലെത്തണം. കബാബ് ഒരുപാട് നേരം കുക്ക് ചെയ്യുന്നത് വേണ്ട, പക്ഷെ ഒന്ന് ഇത്തിരി കരിഞ്ഞോട്ടെ. നല്ല ചൂടോട് കൂടിയിട്ട് വേണം ഇത് സെർവ് ചെയ്യാൻ, എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഫാറ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് തണുത്ത് അതിൻ്റെ ഒരു രസം പോവും. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കബാബ്. ഞാൻ കഴിച്ച കബാബിൻ്റെ അത്ര തന്നെ ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ യെസ് എന്ന് എനിക്ക് പറയേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.